ഞാൻ പ്രഖ്യാപനത്തിനെ എതിർക്കുകയാണ് സർ. ഇവിടെ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ഇന്ന് വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങൾ നിശ്ചലമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. ഒട്ടനവധി വിഷയങ്ങൾ ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഓരോ മേഖലകളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് കാർഷിക മേഖലയാവട്ടെ, അതല്ലെങ്കിൽ വ്യവസായിക മേഖലയോ ആരോഗ്യ മേഖല, എല്ലാ തലങ്ങളിലും വന്യജീവി ആക്രമണം അടക്കമുള്ള പൊതുവിതരണ എല്ലാ മേഖലകളും നമ്മൾ ഒന്നൊന്നായി പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള പ്രതിസന്ധികൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. സാർ, ഇപ്പോൾ ഏറ്റവും രൂക്ഷമായി നിലകൊള്ളുന്ന മരുന്ന് ക്ഷാമം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഒരു ഗവൺമെൻറ് പ്രയോറിറ്റിയായി വരേണ്ട കുറേ കാര്യങ്ങളൊന്നു തന്നെയാണ് സാർ. മരുന്ന് ക്ഷാമം അതിരൂക്ഷമായി ഇന്ന് നമ്മുടെ ആശുപത്രികൾ നിലകൊള്ളുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട ഒന്നാണ് നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ, ഏറ്റവും താഴെത്തട്ടുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ മതിയായ സ്റ്റാഫ് പാറ്റേൺ ഇല്ലാണ്ടായി പോകുന്നത് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. CHSCകളും FHSCകളിലും മതിയായ ഡോക്ടർമാരില്ലാതെ, അല്ലെങ്കിൽ നിലവിൽ അംഗീകൃത തസ്തികകളിൽ തന്നെ ഇവരുടെ സേവനങ്ങൾ ലഭ്യമല്ലാതെ പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പെട്ടെന്ന് ഒരു രോഗാവസ്ഥയിൽ ചെല്ലുന്ന ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ആവശ്യമായ ക്രമീകരണങ്ങളോ ചികിത്സയോ ലഭിക്കാതെ പോകുന്നു. സ്റ്റാഫുകളുടെ കുറവാണ് ഞാൻ സൂചിപ്പിച്ചത്. ഉള്ള സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, അതിനെ ഞാൻ ആക്ഷേപിക്കുന്നില്ല. പക്ഷേ സ്റ്റാഫുകളുടെ കുറവ് സർവീസ് കൊടുക്കുന്നതിൽ പലപ്പോഴും തടസ്സം സൃഷ്ടിക്കുന്നു എന്നാണ്. അതുകൊണ്ട് CHSCകൾ FHSCകൾ അടക്കമുള്ള ആശുപത്രികൾക്ക് കൂടുതൽ ഡോക്ടർമാരുടെ സേവനങ്ങൾ, തസ്തികകൾ ക്രിയേറ്റ് ചെയ്ത് ഡോക്ടേഴ്സിൻ്റെയും മറ്റ് മെഡിക്കൽ സ്റ്റാഫുകളുടെയും ലഭ്യത ഉറപ്പുവരുത്താൻ ഗവൺമെൻറ് തയ്യാറാവേണ്ടതായിട്ടുണ്ട്. ഐസൊലേഷൻ വാർഡുകളെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ഐസൊലേഷൻ വാർഡ് എന്ന് പറഞ്ഞ് 2021 MLAമാരുടെ ഫണ്ട് ഗവൺമെൻറ് തന്നെ ഏറ്റെടുത്ത് ഐസൊലേഷൻ വാർഡ് നിർമ്മിച്ചു. തൃശ്ശൂർ ജില്ലാ ലേബർ സൊസൈറ്റിക്കാണ് ഈ ഐസൊലേഷൻ വാർഡുകളുടെ നിർമ്മാണത്തിന് മുഖ്യ പങ്ക്. ഞാൻ മനസ്സിലാക്കിയ ഏകദേശം 65-70ഓളം ഐസൊലേഷൻ വാർഡുകൾ അവരാണ് നിർമ്മിക്കുന്നത്. വേറെ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഐസൊലേഷൻ വാർഡിൻ്റെ നിർമ്മാണം അത് തുറന്നു കഴിഞ്ഞപ്പോൾ അതിലുണ്ടായ അപാകത വന്നപ്പോഴാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് ശ്രദ്ധിച്ചത്. ശുദ്ധ തട്ടിപ്പാണ് അവിടെ നടന്നിരിക്കുന്നത്. പല ഐസൊലേഷൻ വാർഡുകളിൽ ഇവിടെ ശ്രീ വിനോദ് സൂചിപ്പിച്ചു അത് തന്നെയാണ്. ഇതിനകത്ത് ഈ ഐസൊലേഷൻ വാർഡിൽ കയറി കഴിഞ്ഞാൽ പൊട്ടിപ്പൊളിഞ്ഞ ടൈല്, ലോ ക്വാളിറ്റി ടൈലുകൾ, ഓക്സിജൻ പൈപ്പിൽ കൂടെ ഒന്നും കടന്നു വരാൻ കഴിയാത്ത സാഹചര്യങ്ങൾ, ആശുപത്രി ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഫ്ലഷ് അടിച്ചാൽ മാലിന്യം പോവാത്ത സാഹചര്യങ്ങൾ, ഒറ്റ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ലൈറ്റും ഓണായി കിടക്കുന്ന സാഹചര്യങ്ങൾ, അത് ചോർന്നൊലിക്കുന്ന നിലയിൽ. സർ, ഇങ്ങനെയാണോ സർ ഐസൊലേഷൻ വാർഡ് നിർമ്മിക്കേണ്ടത്? ഇനിയൊരു പാൻഡമിക് വന്നു കഴിഞ്ഞാൽ ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടിയാണല്ലോ ഗവൺമെൻറ് MLAമാരുടെ ഫണ്ട് എടുത്ത് ഐസൊലേഷൻ വാർഡിലേക്ക് പോയത്. ഐസൊലേഷൻ വാർഡ് എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിലെ അനുഭവം ഞാൻ പറഞ്ഞത് സമാനമായ സ്ഥിതിയാണ് പല സ്ഥലങ്ങളിൽ നിന്നുള്ളത്. പല MLAമാരുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞു. അതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം ഉണ്ടാവണം. ഈ സൊസൈറ്റിക്ക് ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്ര ഐസൊലേഷൻ വാർഡുകൾ ഒരുമിച്ച് വർക്ക് കൊടുത്തു എന്നതിനെക്കുറിച്ചും പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതിനകത്തുണ്ടായ അപാകതകൾ പരിഹരിക്കാനുള്ള നടപടി അടിയന്തരമായി സ്വീകരിക്കും. ജലജീവൻ മിഷൻ വർക്കുകൾ അത് ഏകദേശം നിശ്ചലമായി പോകുന്ന സാഹചര്യങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്, പക്ഷേ ബഹുഭൂരിഭാഗം സ്ഥലങ്ങളിലും ജലജീവൻ മിഷൻ വർക്കുകൾ വേണ്ടത്ര നിലയിൽ മുന്നോട്ട് പോകുന്നില്ല. അതിൽ കുത്തിപ്പൊളിച്ച റോഡുകൾ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധി അവിടെയാണ്. പല പഞ്ചായത്തുകളും ഇപ്പോൾ സഹകരിക്കുന്നില്ല ജലജീവൻ മിഷൻ്റെ വർക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ. കാരണം പൊളിഞ്ഞ റോഡുകൾ റിസ്റ്റോർ ചെയ്യാതെ സാധിക്കുന്ന സാഹചര്യമാണുള്ളത്. സാറേ, വാഹന അപകടങ്ങൾ വർദ്ധിക്കുന്നു ഇന്ന് കേരളത്തിൽ എന്നുള്ളത് ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യോത്തരം ഉണ്ടായിരുന്നു. അതിനകത്ത് ബ്ലാക്ക് സ്പോട്ടുകൾ നിർണ്ണയിച്ചു എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് സൂചിപ്പിച്ചു. ബ്ലാക്ക് സ്പോട്ടുകൾ നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേ നിർണ്ണയിക്കപ്പെട്ട ബ്ലാക്ക് സ്പോട്ടുകളിൽ തുടർ നടപടികൾ ഉണ്ടാവുന്നില്ല. ആ ബ്ലാക്ക് സ്പോട്ടുകളിൽ തന്നെ പിന്നെ അപകടങ്ങൾ വർദ്ധിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ എമർജൻസി ആയിട്ടുള്ള ഇടപെടൽ വരുന്നു, പക്ഷേ തുടർ നടപടി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ നയപ്രഖ്യാപനത്തിൽ മീനച്ചിലാർ പദ്ധതി നടപ്പിലാക്കുമെന്നൊരു പ്രഖ്യാപനം ഗവർണറെ കൊണ്ട് ഇവിടെ പറയുകയുണ്ടായി. ഈ മീനച്ചിലാർ പദ്ധതി നടപ്പിലാകുമ്പോൾ ഒരു ഭൂപ്രദേശം പൂർണ്ണമായും ഉണങ്ങി വരണ്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ്. മീനച്ചിലാർ പദ്ധതി, ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല സമയക്കുറവുള്ളത് മൂലം. പക്ഷേ മീനച്ചിലാർ പദ്ധതി വന്നു കഴിയുമ്പോൾ മൂവാറ്റുപുഴ താലൂക്ക് അടക്കമുള്ള ഒട്ടനവധി പ്രദേശങ്ങളിലേക്ക് അവിടെ ജലലഭ്യത കുറഞ്ഞു പോകും. അവിടെ നിന്ന് വെള്ളം ആശ്രയിച്ച് നിൽക്കുന്ന ആലപ്പുഴ ടൗണ്, പശ്ചിമ കൊച്ചി അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക്, എറണാകുളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും ചേർത്തലേക്കും അടക്കം വെള്ളം കൊണ്ടുപോകുന്നത് ഈ മൂവാറ്റുപുഴ ആറിൽ നിന്നാണ്. അവിടെയുള്ള വാട്ടർ ലെവൽ ഇപ്പോൾ തന്നെ വേനൽക്കാലത്ത് വെള്ളം ലഭ്യമല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ പദ്ധതിയും കൂടി, മീനച്ചിലാർ പദ്ധതിയും കൂടി വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ജലനിരപ്പ് താഴുകയും ഈ പ്രദേശങ്ങളിലേക്കൊക്കെയുള്ള, അതായത് ആലപ്പുഴ ജില്ല,
എറണാകുളത്തിൻ്റെ പശ്ചിമ പ്രദേശങ്ങൾ, ഈ പറയുന്ന മൂവാറ്റുപുഴ, പിറവം അടക്കമുള്ള ഒട്ടനവധി പ്രദേശങ്ങളിലേക്കാണ് 200-ൽ പരം കുടിവെള്ള പദ്ധതികൾ ഇല്ലാണ്ടായി പോകുന്ന സാഹചര്യം വരും. ആ മേഖല കാർഷിക മേഖലയെ ബാധിക്കുന്ന നിലയിലേക്ക് വരും. സർക്കാർ അവധാനതയില്ലാതെ ഒരു പദ്ധതിയിലേക്ക് കടക്കുന്നു. 20 വർഷം മുമ്പ് തന്നെ ഈ പദ്ധതി വേണ്ട എന്ന് വെച്ചതും പല ആവർത്തി പഠനങ്ങൾ നടത്തി പദ്ധതി വേണ്ട എന്ന് വെച്ച പദ്ധതി വീണ്ടും കൊണ്ടുവരുന്നത് ഒരു കാരണവശാൽ അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇതൊക്കെ ഒരു പഠനം നടത്തിയത് ഉണ്ടായി കഴിഞ്ഞതിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വളരെ വലുതാണ്. അങ്ങനെ അനവധി വിഷയങ്ങളുണ്ട്. അപ്പോൾ ഈ മീനച്ചലാർ പദ്ധതി ഗവർണറെ കൊണ്ട് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വായിപ്പിച്ചിരിക്കുകയാണ്. ആ പദ്ധതി നിർത്തലാക്കാൻ, ആ പദ്ധതിയായിട്ട് ഗവൺമെൻറ് മുമ്പോട്ട് പോകരുതെന്നും കൂടി ഞാൻ ആവശ്യപ്പെടുകയാണ്. ഈ നയപ്രഖ്യാപനത്തെ ഞാൻ എതിർക്കുന്നു.